ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സ്പ്രെഡ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് കിട്ടുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായി വീണ്ടും വികാരപൂർണമായ മധുരമായ ഒരു ബന്ധം ആണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ആയിരിക്കാം. അതിനാൽ നിങ്ങളോട് ക്ഷമ പറയണം എന്ന് പോലും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നേരത്തെ നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റൊക്കെ മറന്ന് ഒരു ക്ഷമ യാചിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ ഒരുപാട് താഴ്ന്ന് സംസാരിക്കാൻ പോലും അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അടുത്ത കാർഡ് നോക്കുമ്പോൾ 9 ഓഫ് വാൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് നിങ്ങളുമായുള്ള ബന്ധത്തിൽ ഒത്തിരി വിഷമം ഉണ്ടാക്കിയേക്കാം. സോ അവർ ഇപ്പോൾ വളരെയധികം ജാഗ്രതയോടെ പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങളെ ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറല്ല. നിങ്ങളുടെ ബന്ധത്തിൽ മുൻപുണ്ടായിരിക്കുന്ന വേദനയിലും പ്രണയം ഇപ്പോഴും പൂവിടുമോ എന്ന് കാണാൻ ഇപ്പോഴും അവർ സ്ഥിരോത്സാഹം കാണിക്കുന്നുണ്ട്. അതായത് നേരത്തെ നിങ്ങളുടെ ബന്ധത്തിൽ ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്ട്സുകളും പിന്നെ വഴക്കുകളും ദേഷ്യവും എല്ലാം ഉണ്ടായിരിക്കാം. എന്നാലും നിങ്ങളെ അവർ വിട്ടുകളയാൻ അവർക്ക് ഒരുക്കമല്ല എന്നാണ് ഈ 9 ഓഫ് വാൺസ് കാണിക്കുന്നത്. അടുത്ത കാർഡ് നമ്മൾ നോക്കുമ്പോൾ ദ ലവേഴ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അവർ ഈ ബന്ധം വളരെ ആഴത്തിലും ഐക്യത്തിലും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അവർ യാഥാർത്ഥ്യവും ആത്മാർത്ഥവും യോജിച്ച രീതിയിലും മുന്നോട്ട് പോകണമെന്ന് കരുതുന്നു. അത് അവരുടെ അഭിനിവേശം മാത്രമല്ല, ശരിയായ പാത തിരഞ്ഞെടുത്ത് അതിൽ പ്രതിബദ്ധത പുലർത്തി എന്നേക്കുമായി നിങ്ങളുടെ കൂടെ വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അടുത്ത കാർഡ് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് വാൺസ് ആണ്. ആ കാർഡ് കാണുമ്പോൾ തന്നെ അറിയാം അവർ അമിത ഭാരം അവരുടെ തലയിലാണെന്നും അവർ നന്നായിട്ട് എന്തൊക്കെയോ വൈകാരികപരമായിട്ടോ എന്തൊക്കെയോ രീതിയിൽ ഒരുപാട് ഭാരം അനുഭവിക്കുന്നതായി കാണുന്നു. ഒരുപക്ഷെ അവർ വളരെയധികം ഉത്തരവാദിത്തങ്ങളോ വൈകാരിക ഭാരങ്ങളോ വഹിക്കുന്നുണ്ടാകാം. പക്ഷേ അവരുടെ ആഗ്രഹം ഒടുവിൽ ആ ഭാരങ്ങൾ ഒഴിവാക്കി സ്നേഹത്തോടെയും സമാധാനത്തോടെയും കൂടി നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നാണ് അവരുടെ വളരെ വലിയ ആഗ്രഹം. അതായത് ഇത്രയേ ഉള്ളൂ. മുൻകാല വഴക്കുകളും ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അവർ ഒരു ക്ഷമാപണം നടത്തി നിങ്ങളുടെ കൂടെ തന്നെ ഫ്യൂച്ചറിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിങ്ങളുടെ കൂടെ ജീവിക്കുവാനാണ് അവരുടെ ഇപ്പോഴുള്ള ആഗ്രഹമെന്നാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്